ഹലോ എവ്രി വൺ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ എക്കണോമിക്സിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് മണി എന്നുള്ള യൂണിറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പണം ഇല്ലാതെ നമ്മുടെ മോഡേൺ എക്കോണമി ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവുകയാണെങ്കിലോ ഒരു ഗ്രോസറി ഷോപ്പിൽ പോവുകയാണെങ്കിലോ എന്തിനൊരു ട്രിപ്പ് പോവുകയാണെങ്കിലോ ഒക്കെ നമ്മുടെ കയ്യിൽ പണം വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ ഈ പണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായത് എന്നും എന്തൊക്കെയാണ് മണിയുടെ ഫങ്ഷൻസ് എന്നും എന്താണ് മണിയുടെ സിഗ്നിഫിക്കൻസ് എന്നുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്ലൈഡിലേക്ക് കിടക്കാം. Okay, as I said earlier, money is an important part of modern economy. അല്ലേ, നമ്മുടെ ഏതൊരു എക്കണോമിക് ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മണി വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മുടെ പൂർവികന്മാർ സാധനങ്ങളും സേവനങ്ങളൊക്കെ എങ്ങനെയാണ് കൈവശമാക്കിയിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനവർ യൂസ് ചെയ്തിരുന്ന സമ്പ്രദായത്തെ അല്ലെങ്കിൽ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം? സാധനങ്ങളും സേവനങ്ങളും പണം ഇല്ലാതെ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ബാർട്ടർ സിസ്റ്റം വാസ് യൂസ്ഡ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് മണി. മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കണ്ടെത്തുന്നതിന് മുൻപ് നമ്മൾ യൂസ് ചെയ്തിരുന്ന സമ്പ്രദായമാണ് എന്ത്? ബാർട്ടർ സിസ്റ്റം. ഇറ്റ് ഈസ് സിംപ്ലി ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വൺ അനദർ. ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു സർവീസിന് പകരമായിട്ട് മറ്റൊരു സർവീസ് അല്ലെങ്കിൽ ഒരു സാധനം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, എൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾ ഉണ്ട്, പകരമായിട്ട് എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾ മിച്ചമുണ്ട്, പകരം എനിക്ക് എന്ത് വേണം? കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് പോകുന്നു. മാർക്കറ്റിലേക്ക് പോയതിന് ശേഷം അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ. അവിടെ ആപ്പിൾ ആവശ്യമുള്ള എന്നാൽ കയ്യിൽ വെജിറ്റബിൾസ് മിച്ചമുള്ള ആളുകളെ ഞാൻ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും പരസ്പരം എന്ത് ചെയ്യുന്നു? എൻ്റെ കൈവശമുള്ള മിച്ചമുള്ള ആപ്പിൾ ഞാൻ അയാൾക്ക് കൊടുക്കുന്നു, പകരം അയാളുടെ കൈവശമുള്ള സർപ്ലസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അയാൾ എനിക്ക് തരുന്നു. ഇങ്ങനെ സാധനങ്ങളും സേവനങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ഒരുപാട് കാലം ഈ ഒരു ബാർട്ടർ സിസ്റ്റമാണ് തുടർന്ന് പോന്നിരുന്നത്. എന്നാൽ ഈ ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ദ ബാർട്ടർ സിസ്റ്റം ഹാസ് സെവറൽ ലിമിറ്റേഷൻസ്. ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഒരാളെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ ആപ്പിൾ ഉണ്ട്, എനിക്ക് വെജിറ്റബിൾസ് വേണം. അപ്പം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ആരെ തിരഞ്ഞ് കണ്ടുപിടിക്കണം? വെജിറ്റബിൾസ് മിച്ചമുള്ള എന്നാൽ ആപ്പിൾ വേണ്ട ഒരാളെ ഞാൻ കണ്ടുപിടിക്കണം അല്ലേ. അതായത് എൻ്റെ ആവശ്യത്തിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരാളെ കണ്ടുപിടിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? എനിക്ക് വെജിറ്റബിൾസ് കിട്ടുള്ളൂ അല്ലേ. അല്ല, ആപ്പിൾ ആവശ്യമുണ്ട് എന്നാൽ ഷൂസ് കൈവശമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും? ഇല്ല. കാരണം എന്താ? കാരണം അയാൾക്ക് വേണ്ടത് ഷൂസാണ്, എൻ്റെ കയ്യിൽ ഷൂസ് ഇല്ല. എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ കയ്യിൽ ആപ്പിളാണുള്ളത്. അപ്പോൾ ആപ്പിൾ കൊടുത്തിട്ട് പകരം വെജിറ്റബിൾ എനിക്ക് തരാൻ ശേഷിയുള്ള, അതായത് എൻ്റെ നീഡിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നീഡുള്ള ഒരാളെ കിട്ടിയാൽ മാത്രമേ ബാർട്ടർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ, think of a person who has a surplus of apple and want to trade it for shoes. ആപ്പിൾ എന്തുണ്ട്? അയാളുടെ കയ്യിൽ സർപ്ലസ് ആയിട്ടുണ്ട്, മിച്ചമായിട്ടുണ്ട്. അയാൾക്ക് എന്ത് വേണം? ഷൂസ് ആണ് അയാൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ if they are not fortunate enough, they might not be able to locate someone who has the exact opposite need for the apple and excess of shoes to trade. അതായത് നമ്മൾ ഫോർച്യുനേറ്റ് അല്ല, നമ്മൾ ഭാഗ്യവാന്മാരല്ല എങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ആരെ കിട്ടൂല? നമ്മുടെ
നമ്മുടെ ആവശ്യത്തിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരം സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന ഒരു ബാർട്ടർ സിസ്റ്റം എന്താവുകയില്ല, സക്സസ്ഫുൾ ആവുകയില്ല. അതെന്തായി, ഫെയിലായി മാറി. സോ the price of conducting searches could become unaffordable as the number of people increases. അതായത് ഒരു മാർക്കറ്റിൽ 2-3 ആളുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും പോയി ചോദിക്കാം, എൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾ മിച്ചുണ്ട്, എനിക്ക് ഇത്തിരി വെജിറ്റബിൾ തരുമോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾ ഉണ്ട്, എനിക്ക് ഇത്തിരി ഷൂസ് തരുമോ എന്നൊക്കെ ചോദിക്കാം. ഒരു മാർക്കറ്റിൽ 100 എത്രങ്ങാനും ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ, ഹൺഡ്രഡ്സും മില്യൺസ് ഒക്കെ ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഈ ഓരോരുത്തരോടും ചെന്ന് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ആളെ, നമ്മുടെ എക്സാക്ട്ലി ആവശ്യത്തിന് ഓപ്പോസിറ്റുള്ള ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ടാസ്ക് ഉള്ള ഒരു കാര്യമായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇത്തരം ഒരുപാട് ലിമിറ്റേഷൻസ് എന്തുണ്ട്, നമ്മുടെ ബാർട്ടർ സിസ്റ്റത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാലം കഴിയുന്തോറും ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായി, നടപ്പിലാക്കാൻ കഴിയാത്ത, അപ്ലിക്കബിൾ ആക്കാൻ കഴിയാത്ത ഒരു സാധനമായിട്ട് മാറി. അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിന് പകരം വളരെ ഈസി ആയിട്ട് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാൻ ഒരു പുതിയ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായി. അങ്ങനെയാണ് മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായത്. ഓക്കെ, സോ ആൻ ഇൻ്റർമീഡിയറ്റ് തിങ് ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ബോത്ത് പാർട്ടീസ് ഈസ് ദെയർഫോർ റിക്വയർഡ് ടു ഫെസിലിറ്റേറ്റ് ദ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എന്താ ആവശ്യമായി വന്നു, രണ്ടാൾക്കാർക്കും സ്വീകാര്യമായ, അതായത് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു കോമൺ തിങ് അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സാധനം എന്തായി ആവശ്യമായി വന്നു. ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മണി എന്ന് പറയുന്നത്. സോ വി കോൾ സച്ച് ആൻ ഇൻ്റർമീഡിയറ്റ് തിങ് മണി. സോ മണി എന്താണ്, ബാർട്ടർ സിസ്റ്റത്തിനെ പോലെ അല്ല അല്ലേ. നമുക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ചോയ്സിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും എല്ലാം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുണ്ടായത്, പണം എന്ന് പറയുന്ന, മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എമർജ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഡെഫിനിഷൻസ് ഓഫ് മണി. അപ്പോൾ എന്താണ് മണി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാൻ വേണ്ടി മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ട്, എല്ലാവരാളിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, മണി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മണിക്ക് ഒരു ഡെഫിനിഷൻ ഒന്ന് നിർവചിക്കേണ്ടതുണ്ട് അല്ലേ. നമ്മൾ എന്താണ് പണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു നിർവചനം ആവശ്യമാണ്. സോ മണി ക്യാൻ ബി എനിത്തിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം നമ്മൾ വാങ്ങുമ്പോൾ അതിന് പകരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്ന എന്തിനേയും നമ്മൾ എന്തെന്ന് വിളിക്കും, പണം എന്ന് വിളിക്കുന്നു. മണി ഈസ് ഡിഫൈൻഡ് ആസ് എനിത്തിങ് that is generally acceptable as a means of exchange and that at the same time act as a measure and store of value. ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനത്തിന് എക്സ്ചേഞ്ച് നമ്മൾ നടത്തുമ്പോൾ അതിന് പകരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്ന എന്തിനേയും നമ്മൾ എന്ത് വിളിക്കും, പണം എന്ന് വിളിക്കും. കൂടാതെ അതിനെന്തും കൂടെ വേണം, ഒരു മെഷർ വാല്യൂവും ഒരു സ്റ്റോർ വാല്യൂവും വേണം. എന്താണ് മെഷർ വാല്യൂ എന്ന് പറഞ്ഞാൽ, അതായത് പണം എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് നമുക്കൊരു സാധനത്തിൻ്റെ മൂല്യം അളക്കാൻ കഴിയുന്നതായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റോർ വാല്യൂ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അപ്പോൾ സാധനങ്ങൾ സേവനങ്ങളുടെയൊക്കെ മൂല്യം കണക്കാക്കാൻ കഴിയുന്ന, സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ നമുക്കൊരു സാധനവും സേവനമൊക്കെ വാങ്ങാനും അതിന് ശേഷിയുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം, പണം അല്ലെങ്കിൽ മണി എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഡിഫറെൻ്റ് എക്കണോമിസ്റ്റ്സ് ഹാവ് ഗിവൻ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഫോർ മണി. ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുണ്ട് അല്ലേ, എക്കണോമിസ്റ്റുകളുണ്ട്. ഓരോരുത്തരും മണിയെ പലതരത്തിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ഡെഫിനിഷൻസിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. According to Robertson, money is anything which is widely accepted in payment for goods or in discharge of other kinds of business obligations. അതായത് റോബർട്ട്സൺ പറയുന്നത് മണി എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ആസ് എ മീൻസ് ഓഫ് പേയ്മെൻറ്റ്. അതായത് ആളുകൾ പേയ്മെൻറ്റ് എന്ന രീതിയിൽ വാങ്ങുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം, പണം എന്ന് വിളിക്കാം എന്നാണ് റോബർട്ട്സൺ പറഞ്ഞത്. കൂടാതെ
മറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള ബിസിനസ് ഒബ്ലിഗേഷൻസ്, ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകളോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രവർത്തനത്തിനോ ഒക്കെ ഉപകരിക്കുന്ന ഒന്നും കൂടെ ആയിരിക്കണം പണം എന്നാണ് റോബർട്ട്സൺ പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ നോക്കൂ. WAL Colborn defines money as the means of valuation and payment. മൂല്യമുള്ള പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്ന എന്തിനേയും പണം എന്ന് വിളിക്കാം എന്നാണ് കോൾബോൺ, WAL കോൾബോൺ പറയുന്നത്. തേർഡ് ഡെഫിനിഷൻ കുറച്ച് സിമ്പിളാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. സോ പ്രൊഫസർ വാക്കർ സജസ്റ്റ് ദാറ്റ് മണി ഈസ് വാട്ട് മണി ഡസ്. പ്രൊഫസർ വാക്കർ പറയുന്നത് മണി ഈസ് വാട്ട് മണി ഡസ്. പണം എന്താണോ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? പണം എന്ന് വിളിക്കും. അതായത് എന്തൊക്കെ ധർമ്മങ്ങൾ, എന്തൊക്കെ ഫങ്ഷൻസ് നമ്മുടെ പണം ചെയ്യുന്നുണ്ടോ അതിനെല്ലാം പണം എന്ന് വിളിക്കുന്നു എന്നാണ് പ്രൊഫസർ വാക്കർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. According to Seligman, money is one thing that possess general acceptability. Seligman പറയുന്നത് മണി എന്ന് പറയുന്നത് ഒരു തിങ് ആണ്, ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ്, ജനറൽ അക്സെപ്റ്റബിലിറ്റി. അതായത് എല്ലാവരാലും സ്വീകാര്യമായിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ പണം എന്ന് പറയുന്നത്. കാരണം എന്താ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങളും സർവീസസും ഒക്കെ വാങ്ങുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യണം? അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം. നമ്മളൊരു കടയിൽ ചെന്ന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയിട്ട് നമുക്ക് പകരം അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം പണം അല്ലേ. പകരം അയാൾ പറയുകയാണ് ഈ പൈസ ഞങ്ങൾ ഇവിടെ എടുക്കില്ല, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് പണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരാലും അക്സെപ്റ്റബിലിറ്റി ഉള്ള, ജനറൽ അക്സെപ്റ്റബിലിറ്റി ഉള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ പണം എന്ന് പറയുന്നത് എന്നാണ് സെലിഗ്മൻ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് ക്രൗദർ ഡിഫൈൻസ് മണി ആസ് എനിത്തിങ് that is generally acceptable as a means of exchange. അതായത് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുമ്പോൾ സ്വീകാര്യമായിട്ടുള്ള, സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പണം എന്ന് വിളിക്കാം എന്നാണ് ക്രൗദർ പറയുന്നത്. പിന്നെ എന്താ? ആസ് എ മീൻസ് ഓഫ് സെറ്റിലിംഗ് ഡെപ്റ്റ്. കടബാധ്യതകളൊക്കെ തീർക്കാൻ, കടബാധ്യതകളൊക്കെ സെറ്റിൽ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാവണം പണം. അതുപോലെ തന്നെ ആൻഡ് ദാറ്റ് അറ്റ് ദ സെയിം ടൈം ആക്ട് ആസ് എ മെഷർ ആൻഡ് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. അതോടൊപ്പം തന്നെ എന്ത് വേണം? ഒരു മെഷർ ഓഫ് വാല്യൂവും ഒരു സ്റ്റോർ ഓഫ് വാല്യൂവും പണത്തിന് വേണം. എന്താണ് മെഷർ ഓഫ് വാല്യൂ പറഞ്ഞാൽ? നമുക്ക് പണം ഉപയോഗിച്ച് ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? അളക്കാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അതിനെന്ത് വേണം? സ്റ്റോർ ഓഫ് വാല്യൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സൂക്ഷിച്ച് വെക്കാൻ പറ്റണം അല്ലേ. നമുക്കിപ്പോൾ പൈസയൊക്കെ ബാങ്കിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണല്ലോ. അതുപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്ത്? പണം എന്ന് പറയുന്നത് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ക്രൗദർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്കണോമിസ്റ്റുകളുടെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എക്കണോമിസ്റ്റുകളുടെ ഒക്കെ അഭിപ്രായത്തിൽ എന്താണ്? ഒരു സാധനമോ സേവനമോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ പകരമായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന എന്തിനേയും, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മണി എന്ന് വിളിക്കാം എന്നാണ് എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. സോ anything that fulfills the three functions of money such as medium of exchange, store of value and unit of account is generally regarded as money. Three functions ആയിട്ടുള്ള എക്സ്ചേഞ്ച്, സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടാനും അതുപോലെ തന്നെ സാധനങ്ങളുടെ മൂല്യം അളക്കാൻ, അതുപോലെ തന്നെ ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് ഫങ്ഷൻസും നിറവേറ്റുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പണം എന്ന് വിളിക്കാം എന്നാണ് നമുക്ക് ഈ ഡെഫിനിഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് പണം എന്ന് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് പണം? വാട്ട് ഈസ് മണി എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണം എനിത്തിങ് that is accepted as a means of payment, അല്ലെങ്കിൽ generally accepted as a means of payment and has a measure of value, a store of value and a unit of account. ഏത് ഒരു സാധനവും അതിന് ഒരു വാല്യൂ, ഒരു സാധനത്തിൻ്റെ മൂല്യം അളക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ, അത് സൂക്ഷിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ അതിന് പകരമായിട്ടൊരു കടയിലോ ഒരു ഷോപ്പിലോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നമ്മൾ അതിനെ മണി എന്ന് വിളിക്കുന്നു. അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്തു. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ കടന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? മണി എന്ന പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Kinds of money.
കൈൻഡ്സ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് മണി, എത്ര തരത്തിൽ മണിയുണ്ട് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻലി ദർ ആർ 4 ടൈപ്സ് ഓഫ് മണി. 4 തരത്തിലുള്ള പണം ഇപ്പോൾ നിലവിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് മണിയാണ് കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗോൾഡ് കോയിൻ, സിൽവർ കോയിൻ ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ പലപ്പോഴും ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇങ്ങനെ പുരാതന റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ വെള്ളി നാണയങ്ങൾ, നമ്മൾ രാജാക്കന്മാരുടെയൊക്കെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പാരിതോഷികമായിട്ട് സ്വർണ്ണ നാണയം കൊടുത്തു, വെള്ളി നാണയം കൊടുത്തു എന്നൊക്കെ. ഇങ്ങനെ ഈ സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ഷെല്ലുകൾ, സ്പൈസസ്, എന്തിനേയും നമ്മൾ എന്ത് പറയും? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നു. കമ്മോഡിറ്റി മണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ? കമ്മോഡിറ്റി മണി, ഏത് സാധനമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സാധനത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പണമായിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് കമ്മോഡിറ്റി മണി? ദ സിംപ്ലസ്റ്റ് ആൻഡ് പെർഹാപ്സ് ഓൾഡസ്റ്റ് ഫോം ഓഫ് മണി ഈസ് കമ്മോഡിറ്റി മണി. ഏറ്റവും പഴക്കമേറിയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഫോമിലുള്ള മണിയാണ് എന്ത്? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. It is based on limited natural resources that serve as a medium of exchange, store of value and unit of account. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ്, സ്വർണ്ണത്തിനൊക്കെ അങ്ങനെയാണ് അല്ലേ? അത്യാവശ്യം നല്ല മൂല്യമുള്ള ഒന്നാണ് സ്വർണം, വെള്ളി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ ഒരു സാധനം പണമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വർണ്ണ നാണയങ്ങളാണ് നമ്മൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങാനും അതുപോലെ വിൽക്കാനൊക്കെ ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ഓക്കെ, എ ബാർട്ടർ സിസ്റ്റം ഇൻ വിച്ച് കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് ആർ ഡയറക്ട്ലി എക്സ്ചേഞ്ച്ഡ് ഫോർ വൺ അനദർ, ക്ലോസ്ലി റിലേറ്റഡ് ടു കമ്മോഡിറ്റി മണി. നമ്മൾ എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു അല്ലേ? എന്താ ബാർട്ടർ സിസ്റ്റം? സാധനങ്ങളും സേവനങ്ങളും പണമില്ലാതെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാർട്ടർ സിസ്റ്റവുമായിട്ട് വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് കമ്മോഡിറ്റി മണി. ബാർട്ടർ സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ കയ്യിലുള്ളത് അതിന് നമ്മൾ പണത്തിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയെ എന്തായിട്ട് തീരുമാനിക്കുന്നു? പണം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു സ്വർണം എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ എന്തായിട്ട് തീരുമാനിക്കുകയാണ്? കമ്മോഡിറ്റി ആയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ സ്വർണ്ണ നാണയങ്ങൾ ഇറക്കുന്നു. അതുപോലെ വെള്ളിയെ നമ്മൾ കമ്മോഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വെള്ളി നാണയങ്ങൾ ഇറക്കുന്നു. ചില രാജ്യങ്ങളിലൊക്കെ ഷെല്ലുകളെ നാണയങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പണമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ വേറെ ചില രാജ്യങ്ങളിൽ സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ, അവയെ എന്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്? പണമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തെ തന്നെ പണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് പ്രൊസീജിയർ ഈസ് മെയ്ഡ് ഈസിയർ ബൈ കമ്മോഡിറ്റി. അതായത് നമ്മുടെ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സമ്പ്രദായം കമ്മോഡിറ്റി മണിയിലൂടെ ഒന്നും കൂടെ എളുപ്പത്തിലാക്കി. The most important thing to keep in mind about commodity money is that the intrinsic value of the product itself determines its value. അതായത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വർണ്ണ നാണയത്തിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ മൂല്യമില്ലേ, സ്വർണത്തിൻ്റെ വാല്യൂ അതായിരിക്കും സ്വർണ്ണ നാണയങ്ങളുടെ ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ വെള്ളി നാണയങ്ങളുടെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ മൂല്യം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെള്ളി നാണയങ്ങളുടെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനം എന്ത് വസ്തു ഉപയോഗിച്ചിട്ടാണോ ഉണ്ടാക്കിയത് അതിൻ്റെ മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഒരു കറൻസി, ഒരു കോയിൻ, എന്ത് കമ്മോഡിറ്റി വെച്ചാണോ ഉണ്ടാക്കിയത് അതിൻ്റെ മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്വർണ്ണ നാണയത്തിൻ്റെയും വെള്ളി നാണയത്തിൻ്റെയൊക്കെ കേസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കമ്മോഡിറ്റി മണിയുടെ കേസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. അതായത് സ്വർണ്ണ നാണയത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എത്ര കിലോയുടെ സ്വർണ്ണ നാണയമാണോ അതിൻ്റെ മൂല്യമായിരിക്കും ആ നാണയത്തിന് ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. In other words, the item itself turns into currency. നമ്മൾ വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ആ സാധനം തന്നെ ഒരു കറൻസി ആയിട്ട് മാറുകയാണ് ഇവിടെ അല്ലേ? അപ്പോൾ സ്വർണ്ണം എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെ എന്താണ്? ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുകയാണ്, ഒരു മണിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു കമ്മോഡിറ്റിയെ തന്നെ ഒരു മണിയാക്കി മാറ്റുകയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? നമ്മൾ കമ്മോഡിറ്റി മണിയിൽ ചെയ്യുന്നത്. ഗോൾഡ് കോയിൻസ്, ബീഡ്സ്, ഷെൽസ്, സ്പൈസസ് ആൻഡ്
other things are examples of commodity money. നമ്മൾ പറയുന്ന ഗോൾഡ് കോയിൻസും നമ്മൾ പിക്ചറിൽ നോക്കി നമുക്ക് മനസ്സിലാവും അല്ലേ, ഗോൾഡ് കോയിൻസ് അതുപോലെ സിൽവർ കോയിൻസ്, നമ്മൾ പറയുന്ന ബീഡ്സ്, മുത്തുകൾ, ഷെല്ലുകൾ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ കമ്മോഡിറ്റി മണിക്ക് എക്സാമ്പിളായിട്ട് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. എന്താണ് കമ്മോഡിറ്റി മണി എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമ്മോഡിറ്റി മണി ഈസ് നത്തിങ് ബട്ട് ദ കമ്മോഡിറ്റി ഇറ്റ്സെൽഫ് ടേൺഡ് ഇൻ ടു മണി. അതായത് ഏതൊരു സാധനമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ തന്നെ നമ്മൾ പണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. രണ്ടാമത്തെ ടൈപ്പാണ് ഫിയറ്റ് മണി. ഫിയറ്റ് മണിക്ക് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ റുപ്പി, ഓക്കെ, ജപ്പാൻ്റെ യെന്ന്, അതുപോലെ അമേരിക്കയുടെ ഡോളർ, എല്ലാം ഫിയറ്റ് മണിക്ക് എക്സാമ്പിളാണ്. എന്താണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ഫിയറ്റ് മണി മീൻസ് ദ ഫിയറ്റ് മണി ഈസ് വാല്യൂഡ് ബൈ ഗവൺമെൻറ് ഡയറക്റ്റീവ്. അതായത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സാധന അല്ലെങ്കിൽ ഒരു മണിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിയറ്റ് മണി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ 500 രൂപ നോട്ടുണ്ട്, 200 രൂപ നോട്ട്, 100 രൂപ നോട്ട്, 10 രൂപ നോട്ട്, ഇതിലൊക്കെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തുണ്ടാവും? RBI ഗവർണറുടെ സൈൻ ഉണ്ടാവും അല്ലേ? RBI ഗവർണറുടെ സൈൻ ഇല്ലാത്തൊരു നോട്ട് നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും അക്സെപ്റ്റബിൾ ആണോ? സ്വീകരിക്കുമോ? ഇല്ല. കാരണം എന്താ? അതിന് വാല്യൂ ഇല്ല. കാരണം ഒരു നോട്ട് നമ്മുടെ ഇന്ത്യയിൽ ആ നോട്ടിന് വാല്യൂ ഉള്ളത് എന്തുകൊണ്ടാണ്? നമ്മുടെ RBI ഗവർണറുടെ സൈൻ അതിലുള്ളത് കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ 500 രൂപ 200 രൂപ നോട്ടുകളൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ സിംപ്ലി ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു കറൻസിക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഫിയറ്റ് മണി എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത് നമ്മൾ 1000 രൂപ പഴയ 1000 രൂപ നോട്ടുകളും 500 രൂപ നോട്ടുകളൊക്കെ നിരോധിച്ചിരുന്നു അല്ലേ? നിരോധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്ന് ആ കറൻസിക്ക് ഉണ്ടായിരുന്ന ഗവൺമെൻറ് വാല്യൂ എന്ത് ചെയ്തു? ഗവൺമെൻറ് റദ്ദാക്കി. ഇപ്പോൾ നിലവിൽ എന്തില്ല? പഴയ 1000 രൂപ നോട്ടിന് എന്തില്ല? ഒരു വിലയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഏത് കടയിലോ എവിടെ കൊണ്ടു ചെന്നാലും എന്തില്ല? അത് അക്സെപ്റ്റ് ചെയ്യൂല അല്ലേ? അതിന് കാരണം എന്താ? അതിൻ്റെ വാല്യൂ ഗവൺമെൻറ് എടുത്തു കളഞ്ഞു അല്ലേ? അപ്പോൾ ഫിയറ്റ് മണി എന്ന് പറയുന്നത് സിംപ്ലി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വാല്യൂ പ്രകാരം, ഗവൺമെൻറ് ആ ഒരു കറൻസിക്ക് വാല്യൂ കൊടുത്തത് കൊണ്ട് മാത്രം ഒരു കറൻസിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിയറ്റ് മണി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നോട്ടുകളും ഇപ്പോൾ നിലവിലുള്ള നോട്ടുകളൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫിയറ്റ് മണിക്ക് എക്സാമ്പിളാണ്. നോക്കാം. This means that once the government proclaims that fiat money to be legal currency, it becomes mandatory for all citizens and businesses to accept it as payment. അതായത് ഗവൺമെൻറ് പറയാണ് ഈ കറൻസി ഇനി മുതൽ നമ്മുടെ രാജ്യത്തിൽ ബാധകമായിരിക്കും, നമ്മുടെ രാജ്യത്തിന് വാല്യൂ ഉള്ളതായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? എല്ലാ സിറ്റിസൺസും, ആ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും നിർബന്ധമായിട്ടും അതിനെന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതായത് ഫിയറ്റ് മണി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് എന്ത് ചെയ്തു? പുതുതായിട്ടൊരു 2000 രൂപ നോട്ട് ഇറക്കിയില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഗവൺമെൻറ് പറയാണ് ഇനി മുതൽ എല്ലാ കടകളിലും എന്ത് ചെയ്യണം? 2000 രൂപ നോട്ട് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, വീണ്ടും 2000 രൂപ നോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഇറക്കിയ സമയത്ത് എന്താണ് ഗവൺമെൻറ് പറഞ്ഞത്? ഇനി മുതൽ 2000 രൂപ നോട്ട് നമ്മുടെ രാജ്യത്ത് എന്താണ്? വാല്യൂ ഉള്ളതായിരിക്കും, അക്സെപ്റ്റബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിംപ്ലി ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ, ഫിയറ്റ് മണി ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് ആ നോട്ടിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അത്തരം മണിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിയറ്റ് മണി എന്ന് പറയുന്നത്. ഇന്നുള്ള എല്ലാ കറൻസി നോട്ടുകളും എന്തിന് എക്സാമ്പിളാണ്? ഫിയറ്റ് മണിക്ക് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? പിന്നെ മാത്രമല്ല, ഗവൺമെൻറ് വാല്യൂ ചെയ്താൽ ആ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കമ്പൽസറിലി എന്ത് ചെയ്യണം? അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട്
ഞാൻ ഒരു 500 രൂപയ്ക്ക് സാധനം വാങ്ങി, എന്ത് ചെയ്തു, ഞാൻ കടയിൽ പോയിട്ട് 500 രൂപ കൊടുത്തു. ആ കടക്കാരന് എനിക്ക് ഈ 500 രൂപ നോട്ട് ഞാൻ എടുക്കില്ല എന്ന് പറയാൻ അവകാശമില്ല അല്ലേ? കാരണം എന്താ, അതിൽ RBI ഗവർണറുടെ ഒപ്പുണ്ട്. കാരണം അത് ലീഗൽ ടെൻഡറാണ്, ലീഗലി എന്താണ് നമ്മുടെ രാജ്യത്ത് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ഇതാണ് ഫിയറ്റ് മണിയുടെ പവർ. ഗവൺമെൻറ്റിൻ്റെ വാല്യൂ, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. Its intrinsic value is by definition much lower than its face value. നമ്മൾ നേരത്തെ കമ്മോഡിറ്റി മണിയിൽ പറഞ്ഞിരുന്നു അല്ലേ, ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന്. ഏത് വസ്തു കൊണ്ടാണോ മണി ഉണ്ടാക്കിയിട്ടുള്ളത് ആ വസ്തുവിൻ്റെ മൂല്യമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് കോയിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഗോൾഡിൻ്റെ മൂല്യമാണ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഈ 2000 രൂപ നോട്ടുകളോ അല്ലെങ്കിൽ 500 രൂപ നോട്ടോ 100 രൂപ നോട്ടോ 200 രൂപ നോട്ടോ അതിൻ്റെ ആ പേപ്പറിന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, വെറും ഒരു പീസ് ഓഫ് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു 500 രൂപ നോട്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, ആ പേപ്പറിന് എത്ര കനമുണ്ടോ ആ കനേ അതിനുള്ളൂ അല്ലേ, അതായിരിക്കും അതിൻ്റെ മൂല്യം അല്ലേ? ഇപ്പോൾ ഒരു 500 രൂപ നോട്ടിൻ്റെ ഏറി വന്ന ഒരു ഇത്ര ഉണ്ടായിരിക്കും അല്ലേ, അതാണ് അത്ര പീസ് ഓഫ് പേപ്പറാണിത്. ഒരു പീസ് ഓഫ് പേപ്പറാണ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. ഒരു പേപ്പറിന് എന്ത് വിലയാണോ ഉള്ളത് ആ വിലയെ എന്തിനുള്ളൂ, ആ കറൻസിക്ക് ഉള്ളൂ. എന്നാൽ അതിൻ്റെ മൂല്യം എത്രയാണ്, 500 ആണ്. കാരണം എന്താ, ഗവൺമെൻറ് പറയാണ് ഇതിന് 500 രൂപ മൂല്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് RBI ഗവർണർ എന്ത് ചെയ്യാണ്, അതിന് താഴെ സൈൻ ചെയ്തത് കൊണ്ടാണ് നമ്മൾ 500 രൂപക്ക് നമുക്ക് ആ കറൻസി വെച്ചിട്ട് സാധനം വാങ്ങാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഫിയറ്റ് മണിയുടെ ഇൻട്രിൻസിക് വാല്യൂ ലോവർ ആണ്. കാരണം ഗോൾഡിൻ്റെ അത്ര വാല്യൂ ഇല്ലല്ലോ നമ്മളെ കറൻസിക്ക്. പക്ഷേ അതിൻ്റെ ഫേസ് വാല്യൂ എന്താണ്, കൂടുതലാണ്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അതിന് നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂ എന്താണ്, 500 ആണെങ്കിൽ 500 രൂപ നോട്ടാണെങ്കിൽ 500 ആയിരിക്കും, 200 രൂപ നോട്ടാണെങ്കിൽ 200 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ കൂടുതലാണ്, ഇൻട്രിൻസിക് വാല്യൂ എന്താണ്, കുറവാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ കമ്മോഡിറ്റി മണിയുടെ കേസിലാണെങ്കിൽ എന്താണ്, ഫേസ് വാല്യൂ അത് തന്നെയാണ് എന്ത്, അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ ഫേസ് വാല്യൂ ഒന്നാണ്. കാരണം സ്വർണത്തിൻ്റെ മൂല്യം തന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള മൂല്യം. എന്നാൽ കറൻസിയുടെ കേസ് എടുക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. എന്നാൽ അതിന് ഫേസ് വാല്യൂ എന്താണ്, കൂടുതലായിരിക്കും. ഫിയറ്റ് മണി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് കണ്ടംപററി എക്കണോമീസ്. അതായത് നമ്മുടെ രാജ്യങ്ങളിലും ലോകരാജ്യങ്ങളിലൊക്കെ ഏറ്റവും വ്യാപകമായിട്ട് നിലവിലുള്ളത് എന്താണ്, ഫിയറ്റ് മണിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുള്ള കോയിൻസും കറൻസി, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഫിയറ്റ് മണിക്ക് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫിയറ്റ് മണി എന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറൻസീസ് എല്ലാം എന്താണ്, ഫിയറ്റ് മണിയാണ്. ഫിയറ്റ് മണി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കറൻസിക്ക് വാല്യൂ ഉള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിയറ്റ് മണി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. തേർഡ് ടൈപ്പ് ഓഫ് മണിയാണ് ഫിഡ്യൂഷ്യറി മണി. നമ്മൾ ബാങ്കിൽ നിന്നും ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചെക്കുകൾ, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഇതെല്ലാം ഫിഡ്യൂഷ്യറി മണിക്ക് എക്സാമ്പിളാണ്. നമുക്ക് എന്താണ് ഫിഡ്യൂഷ്യറി മണി എന്ന് നോക്കാം. It is not deemed legal currency by the government unlike fiat money. So, legal അതോറിറ്റി ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു മണിയാണ് എന്ത്, ഫിഡ്യൂഷ്യറി മണി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫിയറ്റ് മണിക്ക് എന്തായിരുന്നു, ഗവൺമെൻറ് അതിനൊരു ലീഗൽ വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്നാൽ ഫിഡ്യൂഷ്യറി മണിക്ക് അങ്ങനെ ഒരു ലീഗൽ വാല്യൂ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. എന്നിരുന്നാലും നോ വൺ ഈസ് കമ്പൽഡ് ടു ആക്സെപ്റ്റ് ആസ് പേയ്മെൻറ്റ് ബൈ ലോ. അതുകൊണ്ട് തന്നെ ഈ ചെക്കുകൾ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ ഒരാൾ സ്വീകരിക്കണം എന്ന് നമുക്ക് അയാളെ നിർബന്ധിക്കാനും പറ്റൂല. അതായത് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ചെക്കുണ്ട്, അയാൾ ആ ചെക്കുമായിട്ട് ഒരു കടയിൽ ചെന്നു, ഒരു ഗ്രോസറി ഷോപ്പിൽ ചെന്നു, അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അയാൾ വാങ്ങിച്ചു. എന്നിട്ട് അയാൾ പറയാണ്, എൻ്റെ കയ്യിൽ ചെക്കാണുള്ളത്, ഈ ചെക്ക് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ല, ഗൂഗിൾ പേയോ അങ്ങനത്തെ ഓൺലൈൻ പേയ്മെൻറ്റും ഇല്ല, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെക്കാണെന്ന് പറയുന്നു. അപ്പോൾ ആ കടക്കാരൻ പറയാണ്, ഞങ്ങളിവിടെ ചെക്ക് സ്വീകരിക്കാറില്ല, ഞങ്ങളിവിടെ ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷോ മാത്രമേ സ്വീകരിക്കാറുള്ളൂ, ചെക്ക് ഞങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് പറയുകയാണെങ്കിൽ അയാളെ ഒരിക്കലും ഈ
ചെക്ക് കൊടുത്ത ആൾക്ക് നിർബന്ധിക്കാൻ പറ്റൂല. എന്തിന്? നിങ്ങൾ ഈ ചെക്ക് സ്വീകരിച്ചേ പറ്റൂ, എന്താ ഇവിടെ ചെക്ക് സ്വീകരിക്കാത്ത എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അയാൾ നമുക്ക് നിർബന്ധിക്കാൻ പറ്റൂല. കാരണം എന്താ? നമ്മൾ ഫിഡ്യൂഷ്യറി മണിക്ക് എന്താ പറഞ്ഞേ? ഫിഡ്യൂഷ്യറി മണിക്ക് ഗവൺമെൻറ് യാതൊരുവിധ ലീഗൽ അതോറിറ്റിയും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലുള്ളവയൊക്കെ എല്ലായിടത്തും സ്വീകരിക്കണം, അല്ല എല്ലായിടത്തും എടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അടുത്ത പോയിന്റ്, fiduciary money can be used by anyone if they have confidence that the promise will not be breached. ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. ഫിഡ്യൂഷ്യറി മണി നമുക്ക് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ചെക്കും അതുപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒരു കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ ബ്രീച്ച് ചെയ്യപ്പെടില്ല, അതായത് നമ്മൾ വഞ്ചിക്കപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് വാങ്ങുകയും അതുപോലെ വേറൊരാൾക്ക് ചെക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരാൾ ചെക്ക് എഴുതി തന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചെക്ക് സ്വീകരിക്കാം. എന്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ? നമുക്ക് ഉറപ്പാണ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെക്ക് ഇയാൾ തന്നാൽ നമുക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ നമ്മൾ ബാങ്കിൽ പോയാൽ എന്ത് ചെയ്താൽ നമുക്ക് ഈ ചെക്ക് മാറി ക്യാഷ് കിട്ടും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അയാളെ നമുക്ക് വിശ്വാസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് ഈ ചെക്ക് എടുക്കാൻ പറ്റും, അല്ലേ? ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഫിഡ്യൂഷ്യറി മണി എന്ന് പറയുമ്പോൾ? ചെക്കുകൾ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലുള്ള ഇവയൊക്കെയാണ് നമ്മൾ ഫിഡ്യൂഷ്യറി മണി എന്ന് പറയുന്നത്. എന്താണ് ഫിഡ്യൂഷ്യറി മണിയുടെ പ്രത്യേകത? ഇറ്റ് ഈസ് നോട്ട് ഫോക്കസ്ഡ് ബൈ എ ലീഗൽ അതോറിറ്റി. ഒരു ലീഗൽ അതോറിറ്റിയിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഇതിന് സാധിക്കില്ല. എന്നിരുന്നാലും ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫിഡ്യൂഷ്യറി മണി ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ, ഒരുപാട് ആളുകൾ ചെക്ക്, അതുപോലെ ചെക്ക് ബുക്കൊക്കെ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ചെക്ക് എഴുതി കൊടുക്കുന്നു, അതിലുള്ള എമൗണ്ട് നമുക്ക് ബാങ്കിൽ പോയി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, അതിന് ഫിയറ്റ് മണിയെ പോലെ ഇത് നിർബന്ധമായിട്ടും, അതായത് ഇപ്പോൾ ഒരു 500 രൂപ നോട്ട് എന്താണ്, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ 500 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ കടക്കാരനോ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിഷേധിക്കാൻ പറ്റൂല, അല്ലേ? അയാളത് നിർബന്ധമായിട്ടും വാങ്ങിയിട്ട് അതിനുള്ള സർവീസ് എന്താണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് അയാൾ നമുക്ക് തരണം. എന്നാൽ ചെക്കിന് അത്ര ഒരു എന്തില്ല, ലീഗൽ അതോറിറ്റി ഇല്ല. എന്നിരുന്നാലും ചെക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോയി ചെക്ക് നമുക്കൊരാൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്യാനൊക്കെ പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെക്ക് വാങ്ങാനും അതുപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വാങ്ങാനും ഒക്കെ പറ്റും. മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഇൻസ്റ്റഡ് if the bearer requests it, the issuer of the fiduciary money will exchange it back for a commodity or fiat money. അപ്പോൾ ആരുടെ കയ്യിലാണോ ചെക്ക് ഉള്ളത് അയാൾ ആ ചെക്ക് വാങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ആ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? ഫിയറ്റ് മണി കിട്ടും. അതായത് ഫിയറ്റ് മണി എന്തായിരുന്നു? നമ്മളെ കറൻസി, കോയിൻസ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിയറ്റ് മണി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മൾ ഫിഡ്യൂഷ്യറി മണിയുമായിട്ട് ഒരു ബാങ്കിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഫിയറ്റ് മണി കിട്ടും. അതായത് നമ്മൾ ചെക്കുമായിട്ട് ഒരു ബാങ്കിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പൈസ കിട്ടും. അത് എൻക്യാഷ് ചെയ്ത് തരും, ക്യാഷിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ ചെക്ക്, ബാങ്ക് നോട്ട് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിഡ്യൂഷ്യറി മണിക്ക് ഉദാഹരണമാണ് എന്ത്? ചെക്കുകൾ, ബാങ്ക് നോട്ടുകൾ, അതുപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. നോക്കൂ, സ്ലൈഡിൽ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഒരു ചെക്ക് ബുക്കാണ്, പിന്നെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റും ആണ്. കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എന്ത് മണിയാണ്? ഫിഡ്യൂഷ്യറി മണിയാണ്. കറൻസി നോട്ട്സും കോയിൻസും എന്താണ്? ഫിയറ്റ് മണിയാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് കമ്മോഡിറ്റി മണി, ഫിയറ്റ് മണി ആൻഡ് ഫിഡ്യൂഷ്യറി മണി. ഇനി ഒരു ടൈപ്പ് ഓഫ് മണി കൂടി നമ്മൾ പഠിക്കുകയാണ്, അല്ലേ? നമ്മൾ 4 ടൈപ്സ് ഓഫ് മണി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ് 4th ടൈപ്പ് ഓഫ് മണി എന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് മണി. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് ചോദിച്ചാൽ, the money created by commercial banks is called commercial bank money. അതായത് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ SBI, ഫെഡറൽ ബാങ്ക്, ICICI, ഇതൊക്കെ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണല്ലേ.
ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് സ്വീകരിക്കും അല്ലേ? നമുക്ക് പണം എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റും? ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്കുകൾ നമുക്ക് തരുന്ന വേറൊരു സർവീസാണ് എന്ത്? നമുക്ക് ലോൺ എടുക്കാൻ പറ്റും അല്ലേ? കടം വാങ്ങാനും പറ്റും. അപ്പോൾ വായ്പ തരുകയും ചെയ്യും, അതുപോലെ തന്നെ പണം നിക്ഷേപിക്കുകയും ചെയ്യും. എവിടെ? കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പോയിട്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ വായ്പ നൽകിക്കൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന മണിയെ നമ്മൾ പറയുന്ന പേരാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് എന്തായിട്ട് കൊടുക്കാറുണ്ട്? വായ്പയായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വായ്പയായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പൈസ കൊടുക്കുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ വായ്പ എടുത്തിട്ട് ലോൺ എടുത്തിട്ട് കാർ വാങ്ങുന്ന ആൾക്കാരുണ്ട്, വീട് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ലോൺ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റും. അപ്പോൾ ഈ ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പണം കിട്ടാനുള്ള ഒരു വഴിയാണ് അല്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ നമ്മൾ പറയില്ലേ? അങ്ങനെ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് പണം വായ്പയ്ക്ക് കൊടുത്തുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന മണിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. നോക്കൂ, ക്ലെയിംസ് അഗെയിൻസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി യൂസ്ഡ് to pay for products or services are known as commercial bank money. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഉള്ള ക്ലെയിം മുഖേന, അതായത് ഇവർ ലോൺ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മണിയാണെന്ത്? കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ക്ലെയിം മുഖേന നമുക്ക് ലഭിക്കുന്ന മണിയാണെന്ത്? കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കൂ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ percentage of currency value that is made up of debt created by commercial bank. നമ്മൾ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ വായ്പ കൊടുത്തുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന കറൻസിയുടെ ശതമാനം, കറൻസിയുടെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുക? കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എൻഗേജ് ഇൻ എ പ്രാക്ടീസ് നോൺ ആസ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്. അപ്പോൾ നമ്മളിങ്ങനെ വായ്പ കൊടുത്തുകൊണ്ട് പണം ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്? whereby they extend loans that exceed the value of their actual currency they possess. അവരുടെ കയ്യിൽ നിലവിലുള്ളതിനുള്ള കറൻസിയുടെ മൂല്യത്തെക്കാൾ കൂടുതൽ അവർ ചിലപ്പോൾ ലോണായിട്ട് കൊടുക്കുന്നുണ്ടാവും. കാരണം എന്താ? കുറേ ആൾക്കാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടും അല്ലേ ബാങ്കിൽ? ഒരുപാട് കാലത്ത് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പൈസ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും ബാങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ആ ഡെപ്പോസിറ്റിൽ നിന്ന് വരെ എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യും? ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യും, ലോൺ കൊടുക്കും. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് മതി ആ നിക്ഷേപിച്ച ആൾക്ക് പൈസ. അപ്പോൾ നമ്മളൊരു 5 വർഷത്തേക്കോ 2 വർഷത്തേക്കൊക്കെ വേറൊരാൾക്ക് അത് ലോണായിട്ട് കൊടുക്കും. അയാൾ തിരിച്ചടയ്ക്കുന്നു. 10 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ആ നിക്ഷേപിച്ച ആൾക്ക് എന്ത് ചെയ്യുന്നു? അയാളുടെ പൈസ തിരിച്ചു കൊടുക്കും. അപ്പോൾ കയ്യിലുള്ള മൂല്യത്തെക്കാൾ കൂടുതൽ എന്ത് കൊടുക്കുന്നുണ്ട്? വായ്പയായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് മണി. ആ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? ഫ്രാക്ഷണൽ റിസർവ് സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് debt created by commercial banks essentially what is commercial bank money is. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ വായ്പയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കൊമേഴ്ഷ്യൽ ബാങ്ക് മണി. ശരിക്കും അങ്ങനെ ഒരു പൈസ അവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് പണം ലോണായിട്ടൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ മണി സപ്ലൈ കൂടുന്ന ആ ഒരു പ്രോസസ്സ് കൊണ്ട് ഉണ്ടാകുന്ന മണിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എങ്ങനെയാണ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായത്? എന്തായിരുന്നു ബാർട്ടർ സിസ്റ്റം നമ്മൾ പറഞ്ഞു. എങ്ങനെ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്താ നോക്കിയത്? ഡെഫിനിഷൻസ് ഓഫ് മണി അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് മണിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. എന്താണ് മണി? മണി ഈസ് നത്തിങ് ബട്ട് എ മീൻസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ? സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന് പകരമായിട്ട് പണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് എന്ത്? മണി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് 4 ടൈപ്സ് ഓഫ് മണി അല്ലേ? 4 തരത്തിലുള്ള മണി ഉണ്ട്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? കമ്മോഡിറ്റി മണി. സെക്കൻഡ് വൺ ഫിയറ്റ് മണി. കമ്മോഡിറ്റി മണിക്ക് എക്സാമ്പിൾ ഏതായിരുന്നു?
ഗോൾഡ് കോയിൻ, സിൽവർ കോയിൻ ഒക്കെ അല്ലേ. ഫിയറ്റ് മണിക്ക് എക്സാമ്പിൾ ഏതായിരുന്നു? നമ്മളെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ കറൻസി ആയിട്ടുള്ള റുപ്പി, നമ്മൾ 1000 രൂപ, 500 രൂപ നോട്ട്, 200 രൂപ നോട്ട്, 100 രൂപ നോട്ടൊക്കെ ഫിയറ്റ് മണിയാണ് അല്ലേ. പിന്നെ നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്തത്? അടുത്തതായിട്ട് ഫിഡ്യൂഷ്യറി മണി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താ ഫിഡ്യൂഷ്യറി മണി എന്ന് പറഞ്ഞാൽ? നമ്മളെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെക്കുകൾ, ബാങ്ക് നോട്ട്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് മണി. അപ്പോൾ 4 ടൈപ്സ് ഓഫ് മണി, ഡെഫിനിഷൻ ഓഫ് മണി, കോൺസെപ്റ്റ് ഓഫ് മണി, ഇത് മൂന്നും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.